ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റവയും പഴവും കൊണ്ട് ആവിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്കത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സോട്ടൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറക്കാത്ത റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് വീതം ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരുപാടിട്ടങ്ങ് വേവിച്ച് ഉടച്ചെടുക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മതിയാകും. ഇതുപോലെ അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ആ തേങ്ങയൊന്ന് ചൂടായി വരണം, അതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ആ തേങ്ങയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/3 കപ്പാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, കല്ലൊന്നും ഇല്ലാത്തതാണ്. കല്ലുള്ളതാണെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇനി ശർക്കരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായി വരണം, അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് വഴറ്റി വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ ചെറിയ ചൂടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കയ്യിൽ തൊടാൻ പാകത്തിനുള്ള ചൂടിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് മാവെടുക്കാം. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തിയതിന് ശേഷം ചപ്പാത്തിക്കോല് കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും. നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇതുപോലൊരു അടപ്പ് കൊണ്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ഇലയുടെ ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്.
ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കനത്തിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളിത് കവർ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കട്ടിയിൽ വേണം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ എല്ലാം ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ലിങ്സ് വെച്ച് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് അടയുടെ ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്ത് വേണം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതിയാകും. എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം വേണം ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ.